ഹലോ, എല്ലാവർക്കും അക്ഷരലക്ഷ്മികയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വൈകിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. മമ്മിയൂരും തൊഴണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വടക്കാഞ്ചേരിയിലാണ് താമസം. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോൾ തിരിച്ചു പോണേറ്റ് മുന്നേ എന്തായാലും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ടേ പോവാറുള്ളൂ. എല്ലാ പ്രാവശ്യവും വൈകിട്ടാണ് പോയി തൊഴാറ്. ഇന്ന് ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ തൊഴുതിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 4:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശ്രീകൃഷ്ണ കോളേജിൻ്റെ വഴി കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോണത്, അരിവന്നൂർ. അങ്ങനെ ആണ് ഞങ്ങൾ പോവാറുള്ളത്. ഇന്നത്തെ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടിയിട്ട് കണ്ണനെ കാണാൻ പോവാം. ഇതാ ഈ കാണുന്നതാണ് നിങ്ങൾ ഹരികന്യക ക്ഷേത്രം, അരിയന്നൂർ. നല്ല ഭഗവതിയാണ് കേട്ടോ അവിടുത്തെ. ഞങ്ങൾ തൊഴാൻ പോവാറുണ്ട്. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ഉഷാറിലൊക്കെയാണ്. കുറച്ച് ദിവസമായില്ലോ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്, അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ നമ്മൾ മാവിൻചോട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് പോകണേറ്റ് പകരം ഇപ്പോൾ ഒരു വഴി തിരിച്ച് വിട്ടിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക്. അവിടെ പാലം പണി കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ പോണ വഴിയൊക്കെ ടാറിട്ടു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല വഴി. ഇത് നഗരസഭയുടെ പാർക്കാണ്. കുറേ കാലമായി കുട്ടികളെ കൊണ്ടുപോകാമെന്ന് പറയുന്നത്, ഇതുവരെ നടന്നിട്ടില്ല അങ്ങോട്ട്. എന്താ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും നടന്നിട്ട് ഇത് അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അമ്പലത്തിൻ്റെ ഈ ഭാഗത്തു കൂടിയാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കിടന്നത്. അവിടെ ഒന്നും തീരെ തിരക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തൊഴുതിറങ്ങാം എന്നൊക്കെ. കുളത്തിൻ്റെ ചുറ്റിലും സൈഡിലൊന്നും അധികം തിരക്കൊന്നും കാണാനില്ല. ഭഗവതി അമ്പലത്തിൻ്റെ അവിടെയും തിരക്കൊന്നും കണ്ടില്ല. പക്ഷേ ചെരുപ്പ് ഞങ്ങൾ അവിടെ പുറത്താണ് ഊരിയിട്ടത്. ഫോൺ അവിടെ ക്യാബിനിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് ക്യൂ നിന്നു. ഫോണിന് അവർ 10 രൂപയാണ് കേട്ടോ മൊബൈൽ ഫോണിന് അവിടെ വാങ്ങി വയ്ക്കാൻ പൈസ വാങ്ങുന്നത്. ചെരുപ്പിന് 2 രൂപയൊക്കെയാണ്. ചെരുപ്പ് ഞങ്ങൾ പുറത്താണ് ഇട്ടത്. പക്ഷേ നടയിലെത്തിയപ്പോൾ നല്ല ഗംഭീര തിരക്കായിരുന്നു. ഉള്ളിലേക്ക് ഒരു 2 മണിക്കൂറൊക്കെ ക്യൂവിലിരുന്നു. എന്നാലും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൃഷ്ണനെ കാണാനാണല്ലോ നമ്മൾ പോണത്. ഉള്ളിൽ സുഖമായിട്ട് തൊഴുതു. ഇന്ന് മത്സ്യാവതാരത്തിലാണ് ഭഗവായിരിക്കണത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മത്സ്യാവതാരത്തിൽ ചന്ദനം ചാർത്തിയിട്ട് കാണുന്നത്. പല രൂപത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷമാണ് കുറേ പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ പോകാനും ഉള്ളിൽ കിടന്നിട്ട് ശ്രീകോവിലിൽ ഭഗവാനെ തൊഴാനൊക്കെ അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തൊഴുതിറങ്ങി ഗണപതി അമ്പലത്തിലൊക്കെ തൊഴുതു. ചുവർച്ചിത്രമൊക്കെ അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. ഉത്സവത്തിന് കണ്ണനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ അതൊക്കെ കണ്ട് ആറാട്ടിന് മുന്നേ തിരിച്ചു പോയിട്ടോ. അധികം നേരം നിൽക്കാൻ പറ്റില്ല, ഇവർ സമ്മതിക്കില്ലല്ലോ കുട്ടികൾ. പിന്നെ ഇപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കൂടാതെ തെക്കേ നടയിലും ഡാൻസും കാര്യങ്ങളൊക്കെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. കുറേ പേര് എല്ലാ ഭാഗത്തും ഡാൻസ് കളിക്കുന്നത്. ഇന്ന സ്ഥലമൊന്നുമില്ല. കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ എവിടെ നിന്ന് ഡാൻസ് കളിച്ചാലും നല്ല രസമല്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ പലരും അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കേശവൻ്റെയും പത്മനാഭൻ്റെയും ഒക്കെ പ്രതിമയുണ്ട്, മരപ്രഭു ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അതൊക്കെ കാണുന്ന ഒരു രസമല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. 2-3 ഫോട്ടോസൊക്കെ എടുത്ത്. ചെറിയ ആൾക്ക് ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൾക്ക് 3.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും ഓർമ്മയിൽ ഉണ്ടായിട്ടില്ല മുന്നേ പോയതൊന്നും. അപ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതം പോലെയാണ് കേട്ടോ ആൾക്ക് കാണുന്നത്. ചെറിയ ആൾക്ക് സ്വതവേ നടക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നടന്ന് ക്ഷീണിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും കണ്ണടം വേഗം ഒരു ജ്യൂസൊക്കെ വാങ്ങിയിട്ട് കൊടുത്തു. അതൊക്കെ ഉഷാറോടെ കുടിച്ച് കുറച്ച് നേരമൊക്കെ കൈ പിടിച്ചൊക്കെ നടന്നു. ആനയെ കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നടക്കുകയില്ല. പിന്നെ കളിപ്പാട്ടം അങ്ങനെ കുറച്ച് സാമഗ്രികളൊക്കെ വാങ്ങി. അപ്പോൾ അവിടെ പുറത്ത് ശിവേലി സമയത്തിനൊക്കെ എഴുന്നള്ളിക്കാനും പിന്നെ അവിടെ നിർത്താവുന്ന കുറച്ച് ആനകളെയൊക്കെ കണ്ടു. അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടോ. ഒരു പ്രത്യേക ഫീല് തരുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് ഗുരുവായൂർ. കുറേ പേര് അവരെ അനുഭവ കഥകളൊക്കെ ഓരോ ബുക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞ് അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യമൊക്കെ അമ്മയുടെ കൂടെയൊക്കെ വരുമ്പോൾ പടിഞ്ഞാറ് നടവഴി കയറിയിട്ട് ഉള്ളിൽ സ്ത്രീകൾക്കായിട്ടുള്ള ക്യൂ ഉണ്ട്. അവിടെ നിന്നിട്ടൊക്കെയാണ് തൊഴാറ്. പടിഞ്ഞാറ് നടയിൽ എഴുന്നള്ളിക്കാനായിട്ട് റെഡിയായിട്ട് കുളിച്ച് സുന്ദരനായിട്ട് ആന നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കണ്ടപ്പോൾ കുറച്ച് നേരം നമ്മൾ നോക്കി നിന്നു. ആന എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ലല്ലോ. അവിടെ കുറച്ച് നേരം നോക്കി നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. നമ്മൾ വന്ന സമയം പോലെയല്ല, നല്ലോണം ഇരുട്ടി. ഏതാണ്ട് 2 മണിക്കൂറൊക്കെ ഞങ്ങൾ ക്യൂവിൽ അവിടെ ഇരുന്നു. രാത്രി ഭക്ഷണമുണ്ട്. അപ്പോൾ അതിന് നിൽക്കുന്ന ക്യൂ ആണ് കണ്ടത്. ഞങ്ങൾ അതൊന്നും കഴിക്കാൻ നിന്നില്ല.
പിന്നെ കുട്ടികളുടെ പാർക്ക് അടച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ പാർക്കൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. മമ്മിയൂർ അമ്പലത്തിലും കൂടി തൊഴുതിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.